എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ എംപുരാൻ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ മോനെ രാവിലെ 5:30 എനിക്ക് പടത്തിന് പോയി. 6 മണിക്കായിരുന്നു ഷോ. ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. ഏകദേശം 3 മണിക്കൂറുണ്ട് കേട്ടോ പടം. കറക്റ്റ് 3 മണിക്കൂറാണ് പടം. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ലൂസിഫറായിട്ട് ബന്ധം വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ആ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ആ കഥയായിട്ട് അങ്ങനെ കാര്യമായിട്ടുള്ളൊരു സംഭവമൊന്നുമില്ല. പക്ഷേ ആ ഒരു പടം ലൂസിഫർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് ഈ ഒരു പടം കാണുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്. രണ്ടാമത് നമ്മുടെ ലാലേട്ടന് ഇതിലും ഭംഗിയായിട്ട് ഇനി ഒരു പടത്തിലും കാണിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത്രയും നാൾ കാണിച്ചേക്കണേൽ ഏറ്റവും നന്നായിട്ടുള്ള രീതിയിൽ ഇൻട്രോ കാര്യങ്ങളൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പടം. ഫസ്റ്റ് ഹാഫിനകത്താണ് പുള്ളിയുടെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ വന്നത്. എന്ന് പറഞ്ഞാൽ അബ്രാം ഖുറേഷി എന്താണ് സംഭവം, പുള്ളിയുടെ റേഞ്ച് എന്താണ്, പുള്ളി എന്താണ് എന്ന് പറഞ്ഞാൽ ആളെന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് ഫസ്റ്റ് ഹാഫിൽ കാണിച്ചു പോയേക്കണം. ഫസ്റ്റ് ഹാഫ് ഇന്റർവെൽ പഞ്ചിനോട് അടുക്കുമ്പോഴേക്കും ഒരു ചെറിയൊരു സംഭവം വന്നിട്ടാണ് നിർത്തണം. അത് വല്ലാത്തൊരു സംഭവമായി പോയി. അത് നമ്മൾ സെക്കൻഡ് ഹാഫിനെ നമ്മളെ കാണാനും നമ്മൾ പിടിച്ചിരുത്താനുള്ള സംഭവം ഫസ്റ്റ് ഹാഫിനകത്ത് കാണിച്ചിട്ട് ആ ഇന്റർവെല്ലിൽ കൊണ്ടൊരു പഞ്ചടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഹാഫിന്റെ കളി. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയാം, നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഹാഫിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ലൂസിഫർ നിർത്തിയ സ്ഥലങ്ങളൊക്കെ അറിയാലോ, എവിടെയാണ് കൊണ്ട് നിർത്തിയത്, എന്തായിരുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ച സംഭവങ്ങളൊക്കെ, പുള്ളിയുടെ പല രാജ്യങ്ങളിലുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ ആ ഒരു പടത്തിനകത്ത് ചെറിയൊരു ഹിന്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നമ്മുടെ എനിക്ക് തോന്നുന്നു ഇന്ദ്രജിത്താണ് ആ ഒരു ഡയലോഗ് അടിച്ച് പോകണമെന്ന് തോന്നുന്നു. അപ്പോൾ സ്റ്റീഫൻ നമ്മൾ വിചാരിച്ച ആളല്ല സാറേ എന്നൊക്കെ സംഭവമൊക്കെ അടിക്കല്ലേ, അതിൻ്റെ എക്സാക്റ്റ് എങ്ങനെയാണ് ആ ആൾ എന്താണെന്നാണ് ഈ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ആ ക്യാരക്ടർ ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ, ആ ഒരു തിരിഞ്ഞിരിക്കണ ഒരു പോസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ആരാന്നൊക്കെ ചോദിച്ചാൽ ആ സംഭവങ്ങളൊക്കെ കാണിക്കേണ്ടത്. അപ്പോൾ അതിനൊക്കെ മുമ്പ് തന്നെ എടുത്തു പറയേണ്ട, ഇപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ നടത്തിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ മ്യൂസിക്. ദീപക് ദേവ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇന്നുള്ള ഏറ്റവും ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ദീപക് നമുക്ക് അൺസങ് ഹീറോസ് എന്നൊക്കെ വേണമെങ്കിൽ ഈ പടത്തും കൂടി നമുക്ക് പറയാം. പുള്ളി ചെയ്തു വെച്ചേക്കുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാനില്ല, മാസ്മരികം. മ്യൂസിക് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കാണ് ഈ പടത്തിൻ്റെ നെടും തൂണെന്ന് പറയാം. മ്യൂസിക്കും ക്യാമറ വർക്കും സുജിത് വാസുദേവാണ് DOP വന്നിരിക്കണം. എന്താ മോനെ ഷോട്ട്സ്, വേറെ റേഞ്ച് സാധനങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആംഗിളിൽ നിന്നൊക്കെയാണ് ഷോട്ടൊക്കെ വന്നതാണ്. അതുപോലെ മ്യൂസിക് ഞെട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പല സംഭവങ്ങളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിനെ കാണിക്കുക മാത്രമല്ല അല്ലാത്ത സന്ദർഭങ്ങളൊക്കെ പല രാജ്യങ്ങളിനകത്ത് അതിൻ്റെ സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കുമ്പോഴൊക്കെ ഒന്നെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഞാനിതുവരെ മലയാള സിനിമയിലോ തമിഴിലോ തെലുങ്കിലോ ഒന്നും സംഭവം കണ്ടിട്ടില്ല. ആ റേഞ്ചിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോയിട്ടുണ്ട്. ഞാനത് നമ്മളെ പിടിച്ചിരുത്തും. ഫസ്റ്റ് ഹാഫ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു തെലുങ്ക് സിനിമ തമിഴ് സിനിമ എന്നുള്ള ഭയങ്കര കൊട്ടി കോഴിച്ച് കുറേ 10-20 ആൾക്കാരൊക്കെ ഇടിച്ചിരുന്ന സെറ്റപ്പൊന്നുമല്ല. ഇത് പയ്യൊരു സ്റ്റോറി ടെല്ലിങ്ങിലാണ് പോണത്. പിന്നെ പടാട് ഇങ്ങനെ ഗ്രാഫ് പോലെയാണ് സംഭവം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് പയ്യാട് കയറി ഇൻ്റർവെല്ലിൽ കൊണ്ടൊരു സംഭവം നിർത്തും. അതിനുശേഷമാണ് ഒരു ചെറിയൊരു മിസ്റ്റീരിയസ് സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് കാണിച്ചു പോകുന്നുണ്ട്. ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ടാണ് പടത്തിൻ്റെ അഴിഞ്ഞാട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പടം വേറെ റേഞ്ചായി മാറും. കാശ് പൊട്ടിച്ചതിന് കൈ കണക്കില്ല. നമ്മളൊരു റിച്ച് പടം കാണണം. ഇപ്പോൾ നമ്മൾ പല ബോളിവുഡ് പടങ്ങളൊക്കെ 300 കോടി 400 കോടി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ വെറുതെ മണ്ടന്മാരാക്കണ കുറേ പടങ്ങളൊക്കെ ഉണ്ടായി. അതൊന്നുമല്ല ഇത്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 150 കോടി അങ്ങനെയാണ് ന്യൂസിൽ അറിയാൻ കഴിഞ്ഞത്. 150 കോടി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ 150 കോടിക്കുള്ള സാധനം നമുക്ക് ആ പടത്തിനകത്ത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നല്ല 4K അറ്റ്മോസ് ഉള്ള തിയേറ്റർ നോക്കി സെലക്ട് ചെയ്യാം. ഇപ്പോൾ ടിക്കറ്റ് എനിക്കറിയാം ഓൾറെഡി കുറേ ആൾക്കാരൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. 4K അറ്റ്മോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പടത്തിൻ്റെ മാക്സിമം എൻജോയ്മെൻറ്റ് നിങ്ങളിലേക്ക് കിട്ടും. പിന്നെ ഐമാക്സിലേക്ക് കാണാൻ പറ്റില്ല, കാരണം ഐമാക്സിനുള്ള സംഭവം ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ 4K അറ്റ്മോസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ 4K അറ്റ്മോസിൽ കണ്ട 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൻ്റെ എൻഡിൽ ലാസ്റ്റ് ഒരു സംഭവം കൊണ്ട് നിർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ക്ലൈമാക്സിൽ നമ്മളെ അടുത്ത ഭാഗത്തേക്ക് എന്താണ് സംഭവം. പിന്നെ പൃഥ്വിരാജ് പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ആ ക്രെഡിറ്റ് ലാസ്റ്റിൽ നമ്മളെ പേരൊക്കെ എഴുതി കാണിച്ച് കഴിയുമ്പോൾ ആ ടൈം ആകുമ്പോഴേക്ക് ഇറങ്ങി പോകാതിരിക്കുക. അവിടെയും കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. കാരണം തേർഡ് പാർട്ട് ഈ ഒരു സെക്കൻഡ് പാർട്ട് ഈ ഒരു റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ട് നമുക്ക് ഊഹിക്കാം ഇത് എവിടം വരെ എത്തുമെന്ന്. ആ ഒരു റേഞ്ചിലേക്ക് പടം പോയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും ഈ ഒരു പടം മിസ് ചെയ്യേണ്ട, തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. നല്ല കലക്കം പടം, മലയാളത്തിന് അഭിമാനിക്കാൻ പറ്റാവുന്ന നല്ല റേഞ്ച് പടമാണ്. അപ്പോൾ ഇതായിരുന്നു ലൂസിഫറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള. എല്ലാവരും പോയി പടം കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞേക്കാം, ഷെയർ ചെയ്ത് കൊടുത്തേക്കാം, ലൈക്ക് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. താങ്ക്